ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കൈത്താകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഓരോ ആഴ്ചയിലും നമുക്ക് എങ്ങനെ കർത്താവിന് വേണ്ടി കൂടുതൽ ഫലം പുറപ്പെടുവിക്കാം. സഭാമക്കളെന്ന നിലയ്ക്ക്, കർത്താവിൻ്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങൾ എന്ന നിലയ്ക്ക്, കർത്താവാകുന്ന മുന്തിരിത്തണ്ടിൻ്റെ ശാഖകളെന്ന നിലയ്ക്ക് നമുക്ക് എങ്ങനെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാം. ഇന്നതിനു വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന മാതൃകയാണ് മറിയം. മർത്തായെയും മറിയത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് മറിയത്തെപ്പോലെ ആകാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ദിവസമാണ്. എന്താണ് മറിയത്തിൻ്റെ പ്രത്യേകത? അവൾ കർത്താവിൻ്റെ പാദത്തിങ്കലിരുന്ന് കർത്താവ് പറയുന്ന വാക്കുകൾ, വചനങ്ങൾ കേട്ടുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. പാദത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ മറിയം വീട്ടിൽ ഒരു പണിയും ചെയ്യാതെ കർത്താവിൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഭക്ഷണം ഒരുക്കാനായിട്ട് മർത്തായും മറിയും കൂടി ഒരുമിച്ച് പരിശ്രമിക്കുമ്പോൾ മറിയം അവൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വേഗത്തിൽ ചെയ്ത്. അപ്പോൾ മറിയം എലിസബത്തിനെ സന്ദർശിക്കാൻ പോയി നമുക്കറിയാം, തിടുക്കത്തിൽ പോയി എന്നാണ് പറയുന്നത്. അതുപോലെ ഈ മറിയം, ബഥനിയായിലെ മറിയം, അവൾ ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളെല്ലാം തിടുക്കത്തിൽ ചെയ്തു തീർത്ത് സമയം കണ്ടെത്തി കർത്താവിൻ്റെ പാദത്തിങ്കൽ വന്നിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അവളെ കർത്താവ് കൂടുതൽ സ്നേഹിച്ചു. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് നമ്മളെ കർത്താവ് കൂടുതൽ സ്നേഹിക്കണോ, ഇല്ലേ? എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളെ കർത്താവ് കൂടുതൽ സ്നേഹിക്കണോ. നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനോ സമയമില്ല. എന്തെങ്കിലും ഒരു കാര്യം മാറ്റിവെക്കണമെങ്കിൽ അതെന്തായിരിക്കും നമ്മൾ മാറ്റിവെക്കണേ? കുടുംബ പ്രാർത്ഥനയായിരിക്കും, അല്ലെങ്കിൽ കുർബാനയ്ക്ക് വരലായിരിക്കും. നമ്മുടേതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ സാധാരണ രീതിയിൽ മാറ്റിവെക്കില്ല, അത്യാവശ്യങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്, കർത്താവിൻ്റെ അരികിലിരിക്കാൻ നീ സമയം കണ്ടെത്തിയാൽ നിന്റെ ജീവിതത്തിലെ ഒരൊറ്റ സെക്കൻഡ് സമയം പോലും കർത്താവ് നഷ്ടപ്പെടുത്തി കളയില്ല. സമയത്തിൻ്റെ ദശാംശം കൊടുക്കണമെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഈ പോകുന്ന ആഴ്ച, അവസാനത്തെ ആഴ്ച, എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്, സമയത്തിൻ്റെ ദശാംശം കർത്താവിന് കൊടുക്കണം. 2.5 മണിക്കൂർ സമയം കർത്താവിൻ്റെയാണ് ഒരു ദിവസത്തിൽ. 24 മണിക്കൂറിൽ 2.5 മണിക്കൂർ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി, വചനവായനയ്ക്ക് വേണ്ടി, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി, ജപമാല ചൊല്ലാൻ വേണ്ടി, കരുണക്കുന്ന് ചൊല്ലാൻ വേണ്ടി, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിവെക്കണമെന്ന് പറയുന്നത്? കർത്താവിന് വേണ്ടി സമയം കൊടുത്താൽ കർത്താവ് നമുക്ക് വേണ്ടി സമയം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെക്കൻഡ് സമയം പോലും നഷ്ടപ്പെടുത്തി കളയില്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, കുട്ടികൾ പഠിക്കുന്നു, വിശുദ്ധ കുർബാനയ്ക്കൊന്നും വരാതെ വീട്ടിലിരുന്ന് ഭയങ്കര പഠിപ്പാണെന്ന് വിചാരിക്കും. അപ്പോൾ കർത്താവിനുള്ള ദശാംശം അവർ കൊടുക്കുന്നില്ല. സമയത്തിൻ്റെ ചോദ്യപേപ്പർ വരുമ്പോൾ 2 രീതിയിലാണ് അവർ ഉത്തരം എഴുതുക. എന്ന് പറഞ്ഞാൽ കുർബാനയ്ക്കൊക്കെ വന്ന് കർത്താവിന് ദശാംശം കൊടുത്തിട്ടുള്ള കുട്ടികൾ, സമയത്തിൻ്റെ ദശാംശം കർത്താവിന് കൊടുത്തിട്ടുള്ള കുട്ടികൾ ഉത്തരം എഴുതുന്നതും സമയത്തിൻ്റെ ദശാംശം കൊടുക്കാത്ത കുട്ടികൾ ഉത്തരം എഴുതുന്നതും വ്യത്യാസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ വന്ന് കർത്താവിൻ്റെ അരികിൽ ഇരുന്ന് പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങൾ, അവർ പഠിച്ച ഭാഗങ്ങളെ ചോദ്യപേപ്പറിൽ വരുള്ളൂ. അതാണ് എൻ്റെ പ്രത്യേകത. ഈ 20 വർഷമായി ഞാൻ അച്ഛനായിട്ട്. അപ്പോൾ എനിക്ക് കുട്ടികളിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കർത്താവിൻ്റെ അരികിലിരുന്ന് വിശുദ്ധ കുർബാന മുടങ്ങാതെ പഠിക്കാനുള്ളൊരു 35 മിനിറ്റ് സമയം ഇട ദിവസങ്ങളിൽ നഷ്ടപ്പെടുത്തിയാലും, നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് വരുന്നതിൻ്റെ പേരിൽ ഭൗതികമായുള്ളൊരു നഷ്ടപ്പെടുത്തൽ, അങ്ങനെ മറ്റുള്ളവർക്ക് തോന്നിയാലും അവരുടെ ജീവിതത്തിൽ അത് വലിയ നേട്ടമായിട്ട് അവർക്ക് കർത്താവ് തിരികെ കൊടുക്കും. കർത്താവിന് വേണ്ടി സമയം കൊടുക്കുന്ന ഒരു വ്യക്തി, ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ ഞാൻ ജോണിനോട് പറയാമായിരുന്നു, ദശാംശം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ? അപ്പോൾ ജോൺ എക്സ്പ്ലനേഷൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഉദാഹരണം പറഞ്ഞു, എങ്ങനെയാണ്? എല്ലാ ദിവസവും കൃത്യം 9 മണിക്ക് വരുന്നൊരു ബസ്, ആ ബസ്സിലാണ് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നതെന്ന് വിചാരിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് വീട്ടിൽ എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് 5 മിനിറ്റ് നിങ്ങൾ വരാൻ വൈകി. അപ്പോൾ ബസ് ഓട്ടോമാറ്റിക്കായിട്ട് പോകേണ്ടതാണ്. പക്ഷെ ബസ് പോകുമോ? പോകില്ല. ആ ബസ് 5 മിനിറ്റ് വൈകിയേ വരുള്ളൂ. അതാണ് ഈ ദശാംശം. സമയത്തിൻ്റെ ദശാംശം കർത്താവിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകത. 1 സെക്കൻഡ് സമയം പോലും നഷ്ടപ്പെടുത്താതെ തിരിച്ചു വരും. ആ സമയം നമുക്ക് തിരിച്ചു തരും. വിദേശത്ത് പോകാൻ വേണ്ടി പൈസ കൊടുത്തിട്ടൊരു വർഷങ്ങളായി എൻ്റെ പൊന്നച്ചോ ഒരു സമയം വരുന്നില്ല, വിസ വരുന്നില്ല, എന്ത് ചെയ്താൽ വരുന്നില്ല. എന്താ വരാത്തത്? കർത്താവിന് കൊടുക്കാത്ത ദശാംശം മുഴുവനും പിടിക്കും. ആ പിടിപ്പ് കഴിഞ്ഞിട്ടേ സമയം നമുക്ക് തരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ കർത്താവിന് ദശാംശം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ ഒറ്റ ഇൻ്റർവ്യൂവിന് പാസ്സാകും. ദശാംശം കൊടുക്കാത്ത വ്യക്തികളാണെങ്കിലും നടന്ന് വട്ടം ചുറ്റിയിട്ടാണ് പാസ്സാവുള്ളൂ. അപ്പോൾ നമുക്ക് മർത്താ എന്ന് തരുന്ന വലിയൊരു പാഠമുണ്ട്. ഈശോയുടെ അരികിലിരിക്കാൻ നിന്റെ തിരക്കിനിടയിൽ നീ സമയം കണ്ടെത്തണം. തിരക്കില്ലാത്ത ആരോ ഉള്ളത്? തിരക്കില്ലാത്ത മനുഷ്യരാരോ ഉള്ളത്? ഇവിടെ ഉണ്ട് ആരെങ്കിലും തിരക്കില്ലാത്ത മനുഷ്യർ?
ഒരു പണിയില്ലാത്ത മനുഷ്യരാരെങ്കിലും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല, ആരുമില്ല. പക്ഷെ നമ്മുടെ തിരക്കിനിടയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ ചെയ്തു തീർത്തിട്ട് ഈശോയുടെ അടുത്ത് ഓടി വന്നിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ മർത്തായെ പോലെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിലെ ഒരു സെക്കൻഡ് സമയം പോലും നഷ്ടപ്പെടുത്തി കളയില്ല. ഇന്ന് രാവിലെ പ്രസംഗം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈശോൻ്റെ അരികിലേക്ക് എൻ്റെ മനസ്സിലേക്ക് തന്ന ചിന്ത ഇതായിരുന്നു. പെട്ടെന്നൊരു അസുഖം വന്ന് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോൾ ഡോക്ടർ പറയാണ് 10 ദിവസം എടുക്കും ഇതൊന്ന് ശരിയാക്കാനായിട്ട്. പക്ഷേ ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 ദിവസമായപ്പോൾ സംഭവം എല്ലാം ശരിയായി. അപ്പോൾ ഡോക്ടർ പറയാണ് അത്ഭുതമായിരിക്കുന്നു, ഡിസ്ചാർജ് ആക്കാം, വീട്ടിൽ പോക്കാം, 10 ദിവസം വേണ്ട, 2 ദിവസം കൊണ്ട് ശരിയായി. ഇതാണ് ദശാംശം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മെച്ചം, സമയത്തിൻ്റെ ദശാംശം കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് സമ്പത്തിൻ്റെ ദശാംശം കൊടുക്കുമ്പോൾ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഈ പള്ളിക്ക് പൈസ കിട്ടാൻ വേണ്ടി ചോദിക്കുന്നതാണെന്ന് വിചാരിക്കും. ഇനി നിങ്ങളത് വിചാരിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സമ്പത്തിൻ്റെ ദശാംശം കൊടുക്കുന്നവൻ്റെ ഒരു നയാ പൈസ നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് സമ്മതിക്കില്ല. നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുന്നത് പോലെയാണ്. വണ്ടിക്ക് ഇൻഷുറൻസ് അടച്ചാലുള്ള മെച്ചം എന്താണ്? വണ്ടി ഇടിച്ചാൽ പൈസ അവിടെ നിന്ന് തരും. മനസ്സിലായോ? മെഡിക്കൽ ക്ലെയിമുകൾ ചേർന്നാലുള്ള മെച്ചം എന്താണ്? നമ്മൾ നേരത്തെ പൈസ കൊടുക്കണം, പക്ഷേ നമുക്കൊരു രോഗം വന്നാൽ പൈസ അവിടെ നിന്ന് അടച്ചോളും, അവരടച്ചോളും. അതുപോലെയാണ് കർത്താവിന് ദശാംശം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമയത്തിൻ്റെ ഒക്കെ ദശാംശം കൊടുത്ത് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന മറിയത്തെ പോലെ ഉള്ളവരായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കാറോസ പ്രാർത്ഥനയിൽ പങ്കുചേരാം.